ഈ ഡ്രൈവിംഗ് സീറ്റിലായിരിക്കണേ. ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്കുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, പലർക്കും റോഡ് ഭയമുള്ളവരുണ്ടായിരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലെയൊന്നും അല്ല, മെജോറിറ്റി എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നവരാണ്. എന്നാൽ ഡ്രൈവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഡ്രൈവ് ചെയ്യാൻ ധൈര്യമില്ല. മറ്റൊരു വണ്ടി എന്നെ വന്ന് ഇടിക്കോ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ വന്ന് ഇടിക്കോ, അല്ലെങ്കിൽ ഞാൻ ഓടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും പോസ്റ്റിൽ പോയി ഇടിക്കോ, ഇങ്ങനെയൊക്കെ കോൺഫിഡൻസ് ഇല്ലാത്തവരോട് പറയാനുള്ളത്, ജസ്റ്റ് ട്രൈ. എന്നെ കണ്ടുപിടിക്കൂ. ഞാൻ അതായത് 18 വയസ്സിൽ ഞാൻ ലൈസൻസ് എടുക്കുന്ന സമയത്ത്, ലൈക്ക് ലൈസൻസ് കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെ ഒരു ആശാൻ എന്നല്ലേ പറയാ, ആശാനെ വിളിച്ച്, പെപ്പിൻ അതാണ് അദ്ദേഹത്തിന്റെ പേര്, പെപ്പിൻ ചേട്ടനെ വിളിച്ച് നമ്മള് സ്വന്തം വണ്ടിയിൽ ഇങ്ങനെ ഓടിക്കുകയാണ് കേട്ടോ. അപ്പം ഒരു 5 ദിവസത്തെ ക്ലാസ് ആയിരുന്നു. ലാസ്റ്റ് ഡേ ആയപ്പോ എന്തായി, എനിക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ് വന്നു. അതായത് ഇത്ര ദിവസത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു, ഇനി ഒറ്റയ്ക്ക് സ്വന്തം വണ്ടി ഒറ്റയ്ക്ക് എടുക്കാനുള്ള കോൺഫിഡൻസ് ഒക്കെ ആയി. മോള് നന്നായി ചെയ്യുന്നുണ്ടെന്നൊക്കെ ആശാൻ പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുകയാണ്. വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇനി നാളെ മുതൽ ക്ലാസ് ഒന്നും വേണ്ട, ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോണ സമയത്ത് തൃശ്ശൂർക്കാർക്ക് അറിയായിരിക്കും നമ്മുടെ KSRTC ജംഗ്ഷൻ, ആ ഒരു സിഗ്നൽ, മാതൃഭൂമിയൊക്കെ. അപ്പൊ എനിക്ക് വീട്ടിലേക്കാണ് പോകേണ്ടത്. 4 കൂടിയ ഒരു ജംഗ്ഷനാണ്. ഞാൻ ബ്രേക്ക് പിടിച്ചു, കാരണം അവിടെ ട്രാഫിക് പോലീസ് ഉണ്ട്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞപ്പോ അതുപോലെ തന്നെ സിഗ്നലില്ല, അദ്ദേഹം അങ്ങനെ സ്റ്റോപ്പ് കാണിച്ചപ്പോ നമ്മൾ നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ട്രാക്ക് പൊയ്ക്കോളാൻ പറയുമ്പം ഞാൻ ഗിയർ ഇടാൻ മറന്നുപോയി, ഫസ്റ്റ് ഗിയർ ഇടാൻ മറന്നുപോയി. ഞാൻ ഇങ്ങനെയൊക്കെ എന്താ പറയാ, സ്റ്റിയറിംഗ് പിടിക്കുന്നു, അതുപോലെ ക്ലച്ച് എവിടെ, ബ്രേക്ക് എവിടെ എന്നൊക്കെ ചോദിക്കുന്നു. എന്ത് ചെയ്താ വണ്ടി ഒരു അടി മുന്നോട്ട് പോകുന്നില്ല. ഞാൻ കുറെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇട്ട ഗിയർ എന്തോ മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ ഒരു തരി ഒന്ന് ഫ്രണ്ടിലേക്ക് പോയിട്ട് അപ്പൊ തന്നെ വണ്ടി ഇങ്ങനെ ചാടി നിൽക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ ചീത്തവിളി, വീട്ടിൽ പോയി ഡ്രൈവിംഗ് പഠിപ്പിക്കണോന്ന്. പക്ഷെ സത്യം പറയാലോ, അന്നത്തോടുകൂടി ആ ഇന്റർനാഷണൽ ബ്ലോക്ക് ഞാൻ ഉണ്ടാക്കിയതോട് കൂടിയിട്ട് എനിക്കൊരു കോൺഫിഡൻസ് ആയി. ബ്ലോക്ക് ഉണ്ടാക്കാനല്ല, നമുക്ക് എങ്ങനെയെങ്കിലും എന്താ പറയാ, ഏത് കടലിൽ കൊണ്ടിട്ടാലും നമുക്ക് എന്താ പറയാ നീന്തി കിടക്കാം എന്നുള്ള രീതിയിൽ കുറച്ച് ചീത്ത കേട്ടിട്ടാണെങ്കിലും, അതായത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഒക്കെ ചീത്ത വിളിയായി. അന്ന് നമുക്ക് മനസ്സിലായി വണ്ടി നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ലൈക്ക് ഫോർവേഡ് എടുത്ത് നമുക്ക്, അത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലെസൺ ആയിരുന്നു. അതിനുശേഷം ഞാനിപ്പോ അഭിമാനത്തോടുകൂടി പറയും, ഞാൻ ഭയങ്കര അടിപൊളി സൂപ്പർ ഡ്രൈവർ ആണെന്ന്. ടച്ച് ഷൂട്ട്. അപ്പം നിങ്ങൾ ആരും അങ്ങനെ റോഡ് ഫിയറോ അങ്ങനെ ഒന്നും വേണ്ട. ബി കൂൾ, എന്താ പറയാ, ബി കോൺഫിഡന്റ്. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാന്നേ. അപ്പൊ ഡ്രൈവ് ചെയ്ത് തുടങ്ങും കേട്ടോ. ടു ഓൾ ഗേൾസ്.